മണ്യേ വാദികാരസ്തേ മഫലേഷു കഥാചന ധന്വന്തരേ ക്ഷപണകാമനേ സിംഹശങ്കു വേതാള ഭട്ട ഘടകർപ്പല കാളിദാസാഖ്യതോ വരാസമിഹരേ നൃപതേ സമയാം രത്ന നിപൈർ വരരുചി നവ വിക്രമസ്യ സ്വാമി, അതാരുടെ ഒരു പിഴച്ച ശബ്ദം? നീ മിണ്ടായിരിക്കും. സ്വാമി, ആദ്യം പിഴ, പിന്നെ മുതുപിഴ. കേറി വരിക. സ്വാമി, അടിയൻ അറിയാതെ ഒരു തത്തക്കറി കൂട്ടി. തത്തക്കറി കൂട്ടിയതാണ് ഈ കാലത്ത് കയറി വരുന്നത്. ഇവിടെ പൂജ നടക്കുന്നില്ലേ? അതല്ല സ്വാമി, ആശാനൊരു പറഞ്ഞ തത്തേനെ കറി വെച്ച് കൂട്ടി. ഇപ്പൊ തൊലിഞ്ഞ വളർത്താനേ വായുന്നു. അതിനെ എങ്ങനെയും തളയ്ക്കണം. എങ്ങനെയാലും അതിന് തളയ്ക്കണം സ്വാമി. നേരെ പെടുത്ത് മൂവന്തി ആകുന്നത് വരെ പരത്തെറിയാം. അവസാനം തൊണ്ട കാഴ്ച കഴിയുമ്പോൾ നിർത്തും. ആര്? തത്ത. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നാം ഒരു മന്ത്രം ചൊല്ലാം. ഓം ആപ്രിക്കോട്ട് അമരാവതി കാർബണേറ്റ് പുണ്ടസ്യ. അണ്ടി കിട്ടിയില്ല, അതുകൊണ്ട് കടലിൽ നിന്ന് കിട്ടിയ കക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തേലും അത് പറയും. അക്കുത്തിക്ക് കാണുന്നുണ്ട് കല്ലേക്കുത്ത് കഴിയുമ്പോൾ ജീപ്പ് വെള്ളം താറാവെള്ളം താറാമക്കട കീഴിൽ ഒരു വാങ്ക് കരിപ്പ് കുത്തി പാറ്റോടാക്കി ഞാനുമുണ്ട്. സീത നമ്മളെ വരുന്നുണ്ട്. ശാന്താന്നാണോ? മുരിങ്ങാക്കോലെ കുത്തിയവളെ, മൂന്നാടി എണ്ണ കുടിച്ചവളെ, അയ്യോ കാലോ കുത്തി കുത്തിച്ചോ. കുത്തിക്കോ. ഇന്നേക്ക് അമാവാസി, പോരാത്തിന് നിനക്ക് ശനിയുടെ അപരാധം അല്ല അപഹാരം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കഴപ്പ് നോക്ക തത്ത പറപറപറാൻ വീട് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം. പതുക്കെ ഇവന്റെ ഷർട്ട് പൊക്കി വയറിന്റെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ പറയാം. അപ്പൊ തത്ത തെറി നിർത്തുമായിരിക്കുമല്ലേ? തൽക്കാലം ഒരു ഇടക്കാല ആശ്വാസം കിട്ടും. ഓരോ അരമണിക്കൂർ ഇടവിട്ടും ഇങ്ങനെ പറയണം. അതെന്നാ തൊലിഞ്ഞ വർത്താനോ സ്വാമിയെ പറഞ്ഞേ? ഏത് സമയം തുണി പൊക്കി പിടിച്ചിട്ട് തത്തമ്മയെ പൂച്ചാന്ന് പറഞ്ഞോണ്ട് നടക്കാൻ പറ്റൂ? നല്ലൊരു ഊക്ക മന്ത്രം ചൊല്ലിയാലും കരിച്ചു കളഞ്ഞാമേ. ഇനി ഒന്നും നോക്കാനില്ല. അറ്റ കൈക്ക് ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം കൊണ്ട് ആ പറഞ്ഞ തത്തനെ ഞാൻ ഈ താളിയോലയിലേക്ക് ആവാഹിക്കും. ആശാനെ താളിയോല എന്നല്ല പുള്ളി പറഞ്ഞു. ഉണ്ടായില്ല, തിത്തിലോടി ചേർക്കാം. ഓം അറ്റ്ലീറ്റിൽ പല ദിവസമായി സിറ്റിമിസ് അച്ഛനും കൊച്ചനും കൊച്ചനും കൂടെ സിറ്റിമിസ് ഊമ്പട്ടെ സ്വാഹാമോ. പിഴക്കത്തെ പുറത്തു വാ. നന്ദിയുണ്ട് സ്വാമി, നന്ദിയുണ്ട്. നന്ദിയോ? നന്ദി നിന്റെ അപ്പനെ കൊണ്ട കൊടുക്കണം. കള്ള പട്ടിക്കഴിവ്.